ഏവരും ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇത്തവണ കളി മാറും. കേരളം ഇത്രയും കാലം കാണാത്ത സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള UDFന്റെ പടയൊരുക്കമാണ് ഇനി കാണാൻ പോകുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും പ്രമുഖ നടനായ രമേശ് പിഷാരടിയും ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളവരാണ് എന്ന് തന്നെ പറയാം. അതുപോലെ അന്തരിച്ച നേതാക്കളുടെ മക്കൾ മുതൽ ബ്യൂറോക്രാറ്റുകൾ വരെ സാധ്യതാ പട്ടികയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കേരളം ഒരു ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ ത്രിവർണ്ണ പതാക പാറാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി. ഇത്തവണ കോൺഗ്രസ് തയ്യാറാക്കുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പോരാട്ടമാണ്. ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പല്ല, അഴിമതിയിലും അഹങ്കാരത്തിലും മുങ്ങിയ ഒരു ഭരണകൂടത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ജനകീയ വിപ്ലവമാണ്. അതിനായി കോൺഗ്രസ് അണിനിരത്തുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പുതിയ കരുത്തുകളെയാണ്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയൊരു വിഭാഗം യുവാക്കളും ജനസ്വാധീനമുള്ള പുതുമുഖങ്ങളുമായിരിക്കും എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നാം കണ്ട ആവേശം നിയമസഭയിലും ആവർത്തിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. വെറും രാഷ്ട്രീയക്കാർ എന്നതിലുപരി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മുദ്ര പതിപ്പിച്ച പ്രഗത്ഭർ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടും. എന്തുകൊണ്ടാണ് ഇത്തവണ പ്രമുഖർക്ക് ഇത്രയേറെ പ്രാധാന്യം? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ടത് എന്താണ്? പിൻവാതിൽ നിയമനങ്ങളും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരവും വികസനത്തിന്റെ പേരിൽ നടക്കുന്ന കോടികളുടെ അഴിമതിയും. ഇതിനെതിരെ നിയമസഭയിൽ ശബ്ദമുയർത്താൻ യുവരത്നങ്ങൾ വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. വെറും രാഷ്ട്രീയക്കാർ എന്നതിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച വിദ്യാസമ്പന്നരായ ആവേശമുള്ള ഒരു നിരയെയാണ് UDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ആ സർപ്രൈസ് പേരുകൾ CPMന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കി കഴിഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ തന്നെ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളുടെ മാർഗനിർദ്ദേശവും കോൺഗ്രസിന്റെ കരുത്താണ്. സർക്കാരിന്റെ അഴിമതികൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടിയ കരുത്തുറ്റ നേതാക്കൾക്കൊപ്പം ഈ പുതുമുഖങ്ങൾ കൂടി ചേരുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉറപ്പാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നത്? നികുതി വർധനവിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഏക ആശ്വാസം UDF മാത്രമാണ് എന്നതാണ് അതിന് കാരണം. വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അപ്രതീക്ഷിത പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നത് CPMനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ ഓരോ സ്ഥാനാർത്ഥിയും ഓരോ പോരാളികളായിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയ സാധ്യത എന്ന ഒറ്റ മാനദണ്ഡം മാത്രമാണ് ഇത്തവണ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ താഴെ തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ സജീവമായി കഴിഞ്ഞു. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് കേരളത്തിന്റെ അന്തസ് വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. പ്രതീക്ഷിച്ചതിലും വലിയ സർപ്രൈസുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് ഉറപ്പാണ്. പുതിയ കേരളത്തിനായി, ജനകീയമായ ഒരു ഭരണത്തിനായി കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം.